ഹലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി എങ്ങനെ റെഡിയാക്കാം നോക്കാം. വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് അത് പൊട്ടി വരുമ്പോൾ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 2 മീഡിയം സൈസുള്ള സവാളയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു വരാനായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം നന്നായി വഴന്നു വന്നാൽ ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞു വരുന്നത് വരെ നമുക്കിതിനൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ഇവയെല്ലാം ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് വഴന്നു വന്നാൽ ഇതിലേക്ക് ഇനി 1 കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് നോക്കേണ്ടത്. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ 3 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടച്ചു വെച്ച് വേവിക്കരുത്. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നമ്മുടെ മുട്ടക്കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.